ഹായ് ഗൈസ്, മലൻസിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മില്ലു. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് പുതിയൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായിട്ട് വന്നേക്കുന്നത്. നോർഫ്ലക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെ തുളുപ്പ് ഗാർഡൻ. അത് UK-യിലെ ഏറ്റവും വലിയ തുളുപ്പ് ഗാർഡനാണ്. തുളുപ്പ് ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം പൂവാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതെ മച്ചാന്മാരെ, അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിടെ സമയം ഏകദേശം 5 മണി രാവിലെ. ഇവിടുന്ന് ഇപ്പം ലൈറ്റ് കുറവാണ്, വിസിബിലിറ്റി നല്ല കുറവാണ്. നിങ്ങൾക്ക് ഇരുട്ടായതുകൊണ്ടായിരിക്കും ക്യാമറയിൽ അത്ര ക്ലാരിറ്റി ഉള്ളത്. അപ്പം ഞാൻ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഇവിടുന്ന് ഫുഡൊക്കെ ആക്കി. ഞാൻ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അവൻ പുറകിൽ വരുന്നുണ്ട്. ഇത് വണ്ടി കാണാം, വരുന്നുണ്ട് പുറകിൽ. വൈഫും പിള്ളേരൊക്കെ പുറകിലിരിക്കുന്നു. ഇപ്പം തുളുപ്പ് ഗാർഡനെ കുറിച്ച് ഞാൻ കുറച്ചുകൂടി വെട്ടം വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. എന്താണ് തുളുപ്പ് ഗാർഡൻ, എവിടെയാണ്, ഇതെന്താണ് ഇതിൻ്റെ പർപ്പസ് എന്നൊക്കെയാണ്. ഓക്കെ, നേരം വെളുത്ത് തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാം. വേറെ ഇരുട്ടായി. ഇപ്പോൾ ഇവിടെ സമയം 6:30. ഇനി നമുക്ക് ഏകദേശം 2.5 മണിക്കൂറിന് ഡ്രൈവ് നമ്മൾ തുളുപ്പ് ഗാർഡനിലുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് വിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറായല്ലടാ, 1.5 മണിക്കൂറായി. 2 മണിക്കൂർ. ഇനിയിപ്പോൾ 2 മണിക്കൂർ. അപ്പോൾ ഒരു ബ്രേക്ക് എടുത്ത കോഫിയെല്ലാം കുടിക്കാൻ വേണ്ടി. കോഫി കുടിച്ച് ആ കൂട്ടുകാരൻ റോണി ഒരു ഹായ് പറഞ്ഞേര്. അവിടെ വന്നു. എൻ്റെ കോഫി എന്ത് ചായ കുടിക്കാൻ ഇടയ്ക്ക് വന്ന് കോഫി. ചുക്കാപ്പി 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 കാപ്പി കാപ്പി. ഇവിടുന്ന് എനിക്കത് ഇവിടുന്ന് എത്ര മണിക്കൂറുണ്ടോ? 2 മണിക്കൂറുണ്ടോ? ഇനിയിപ്പോൾ 1.5 മണിക്കൂർ. 1.5 മണിക്കൂറുണ്ട്. അതൊരു രസമല്ല. വണ്ടിയെ ഞങ്ങൾ കാറുകൂടെ എടുത്ത് പാർക്ക് ചെയ്യാൻ വന്നപ്പോൾ നോ എൻട്രി കൂടെയാണ് കയറിയേക്കുന്നത്. ഫൈൻ വരുമ്പോൾ കാണാം. ഞങ്ങൾ എക്സിറ്റ് മാറിപ്പോയി, സർവീസ് സ്റ്റേഷൻ കയറ്റിയത്. നിനക്ക് ഭാവി ഉണ്ടോ ഇവിടെ ചായ അടിക്കാൻ? എടാ റോണി, ഇവനെ നാട്ടിൽ കൊണ്ട് ചായ അടിക്കാൻ നിർത്താം കേട്ടോ. നീട്ടി അടിക്ക്. നമ്മൾ 6 മണി 5 മണി എന്തിനാ ഇറങ്ങിയാൽ മതിയായിരുന്നു. അല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എങ്ങനെ പോയാലും ഇപ്പോൾ ഒരു 1/2 മണിക്കൂറായില്ലേ? 10:30 ടിക്കറ്റ്. നീ ഇവിടെ 10:30 അല്ല 11:30. നീ എന്ന് പറഞ്ഞത് 11:30 മറ്റേ മീനുവിന് ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിച്ചു. ഒരു ചുക്കാപ്പയെല്ലാം കുഴിച്ച് ആ ഒരു ടയർഡ്നെസ് മാറി. ഇപ്പോൾ നമ്മൾ ഹൈവേ കയറി. എന്ന് പറയുന്നത് നമ്മുടെ വിക്രത്തിൻ്റെ മൂവിയില്ല, വിക്രത്തിൻ്റെ മൂവിക്കകത്ത് പൂക്കളെ പാടൊന്നുമില്ല. അപ്പം ആ പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത് ഇപ്പം നമ്മൾ കണ്ടില്ലൊരു പൂവ്, ആ പൂവിൻ്റെ ഗാർഡൻ, ഒരു ഗാർഡൻ, അതായത് ഫാം. അവർ ഈ ഏപ്രിൽ മാസം 24-ാം തീയതി തൊട്ട്
15 ദിവസം 10 ദിവസം ഇവർ ഓപ്പൺ ചെയ്യും. ഈ 10 ദിവസം ഓപ്പൺ ചെയ്യുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ 10 ദിവസത്തെ പൈസ ചാരിറ്റിയിലേക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ലോകത്തിലുള്ള ഈ UK-യിലുള്ള എല്ലാവരും തന്നെ അത് കാണാൻ വേണ്ടി വരും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ വെച്ചിട്ട് ഞാനിപ്പം 4 വർഷമായി, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ഞാനും റോണിയോട് ഇങ്ങനെ പറഞ്ഞു, റോണി നമുക്കൊന്ന് പോകണമല്ലോ. അവൻ പറഞ്ഞു അതിനളിയാ നമുക്ക് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അവൻ ബുക്ക് ചെയ്തു. അങ്ങനെയാണ് ഫസ്റ്റ് ദിവസം. ഇന്നാണ് ഓപ്പണിങ്. ഇന്ന് ഓപ്പണിങ് ദിവസം. ഇന്ന് തന്നെ നമ്മൾ പോകണം. ഇതിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അവർ പറയുന്നത് 16-ാം നൂറ്റാണ്ടിൽ പേർഷ്യ എന്നാണ് ഈ സാധനം വന്നിട്ടുള്ളത് പറഞ്ഞു. അതേപോലെ തന്നെ ഈ തുളുപ്പ് ഗാർഡൻ നമ്മുടെ അയർലൻഡിലുണ്ട്. അയർലൻഡിലും ഭയങ്കര ഫേമസ് ആണ്. പിന്നെയുള്ളത് നൈജീരിയയിലുണ്ടെന്നാണ് കാണിക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം കറക്റ്റാണെന്ന് അറിയത്തില്ല. ഇതിൻ്റെ പൂവ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഡിഫറെൻറ്റ് കളർ. നമ്മൾ പണ്ടൊക്കെ നമ്മൾ കല്യാണത്തിനും ഒക്കെ സ്റ്റേജ് ഡെക്കറേഷന് വേണ്ടി ഈ പൂക്കളൊക്കെ, അതായത് കാശുള്ള ടീമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ സ്റ്റേജ് ഡെക്കറേഷന് വേണ്ടിയൊക്കെ ഇത് വയ്ക്കുമായിരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഫോട്ടോസേ കണ്ടിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പല കളറിലുണ്ട് ഈ പൂക്കൾ. പല റെഡ്, വൈറ്റ്, യെല്ലോ, അങ്ങനെ എല്ലാ കളറിലും ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഈ റൂട്ടിൽ ഡ്രൈവ് ചെയ്യുമ്പോഴേ ഒരു പ്രത്യേകത, നമ്മൾ തമിഴ്നാട്ടിൽ കൂടെ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഒരു ഫീലാണ്. ശ്രദ്ധിച്ചറിയാം. നമ്മൾ തമിഴ്നാട്ടിൽ കൂടെ ഓടിക്കില്ലേ, ആ ഒരു ഫീലാണ്. നല്ല പരന്ന് കിടക്കുന്നതിനകത്ത് ട്രാക്ടറെല്ലാം ഓടിച്ചുകൊണ്ട് രണ്ട് സൈഡിൽ നിന്ന് ശ്രദ്ധിച്ചറിയാം. നമ്മളിത് കയറുന്നതൊരു ഇതാട്ടോ, ഉണ്ടോ? ഇത് പണ്ടത്തെ ബ്രിഡ്ജാണ്. ഇത് ഓപ്പൺ ആവുന്ന പോലെ രണ്ട് സൈഡിലേക്ക്. പഴയൊരു ലാൻഡ് റോവർ. നമ്മൾ അവിടെ ചെന്നിട്ട് കഴിക്കാന്നുള്ള രീതി, അല്ലെങ്കിൽ അതിന് അടുത്തുള്ള സ്ഥലങ്ങൾ എവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കാമെന്ന രീതിയിലാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരക്കായിരിക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ച്, ഈ റൂട്ടിൽ കൂടുതലും ആക്സിഡൻറ്റ് മറ്റേ പട്ടിയും ഈ നമ്മുടെ വൈൽഡ് ആനിമൽസ് ഇഷ്ടം പോലെ കത്ത് കിടക്കുന്നുണ്ട് ഈ റൂട്ടിൽ. കൂടുതലും ഈ ഫാം ഏരിയ ആയതുകൊണ്ട് മൊത്തം ഈ മൃഗങ്ങൾ ഇതുങ്ങളിങ്ങനെ ചത്ത് കിടക്കുക, എന്തോരം ചത്ത് കിടക്കുക. പിന്നെ ഇവിടുത്തെ ഒരു റൂൾസ് അനുസരിച്ച് ഇടിക്കുന്ന ആൾക്ക് ഇതിനെടുക്കാൻ പറ്റില്ല. അതായത് എന്ത് ആനിമലിനെ വേണമെങ്കിലും ഇടിച്ച് വീണ് ചത്ത് കിടക്കുന്ന ആനിമലിനെ, അതായത് ഇപ്പം വൈൽഡ് ആയിട്ടുള്ള മയിലിനെയോ മാനോ എന്തോ ആട്ടെ, ഇടിക്കുന്ന ആൾക്ക് എടുക്കാൻ പറ്റില്ല. പുറകെ വരുന്ന ആൾക്ക് എടുക്കാമെന്നാണ് പറയുന്നത്. ഇത് എത്രത്തോളം സത്യം എന്ന് എനിക്കും അറിയത്തില്ല. എല്ലാവരും പറഞ്ഞു കേട്ട് കേൾവിയുള്ളൂ. ചിലർ ജീപ്പും കൊണ്ടൊക്കെ പോയി ഇടിച്ചിട്ട് അവർ എടുക്കാറുണ്ട്. എന്നിട്ട് പുറകെ വരുന്നവരെ കൊണ്ട് എടുപ്പിക്കും. ഫ്രണ്ട്സ് തന്നെ പുറകെ വരും, എന്നിട്ട് അവരെടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. നമ്മുടെ തുളുപ്പ് ഗാർഡനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ശരി, ഉള്ളേരിയാണല്ലേ. ഓ, കണ്ട മോനെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. നമ്മൾ നോർത്ത് ഫ്ലിക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കൂട്ട ചിങ്കിടി ചൊങ്കിരിയേ ഇതാണ്ടോ നമ്മൾ എത്തിക്കുകയാണ്. കാർ പാർക്കിംഗ്. Tickets. Wait a minute. Hi. Hello there. You got tickets today? Yes. Okay, but not until 10 o'clock then. 10 o'clock's the first one, so we're not open until 10. Oh, that's fine. You can park up, but we won't let you on the field before then, because it's not all set up.
Okay, we can park it here. You can park down there next to that white one. All right. Be careful, it's my car. Oh, sure. Thank you. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ വന്ന് എല്ലാവരും ഫുഡൊക്കെ എടുത്തോളൂ. പക്ഷെ ഇവിടെ പൊടി കാരണം ഫുഡ് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പൊടി ഇല്ലാത്തൊരു സ്ഥലം നോക്കിയിട്ട് വണ്ടി നിർത്താന്ന് വിചാരിച്ചോണ്ട. അങ്ങോട്ട് പോകണ്ടായിരുന്നു. എടാ അങ്ങോട്ട് പോകണ്ടായിരുന്നു. അങ്ങോട്ട് പോകണം. എല്ലാവരും ഫുഡിങ് എല്ലാം കഴിഞ്ഞു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റോണി വണ്ടി തിരിക്കുന്നു. ഞാനും വണ്ടി തിരിച്ച് പോകാൻ വേണ്ടി എല്ലാ ഡ്രസ്സൊക്കെ മാറ്റി. പിള്ളേരും ഡ്രസ്സൊക്കെ മാറ്റി. നമ്മൾ വന്ന് നേരത്തെ ആയിരുന്നേ. വീട്ടിൽ നിന്ന് റോണി അപ്പവും മുട്ടക്കറിയും കൊണ്ടുവന്നു. അതെല്ലാം കഴിച്ചു. ഫ്രഷായി. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പണി കിട്ടി. ഞാൻ വണ്ടിയുടെ ടയർ മാറ്റിയായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ സെക്കൻഡ് ഹാൻഡ് ടയർ മേടിച്ചു. കാരണം വെച്ചാൽ മാറ്റുമ്പോൾ 4 ടയർ ഒന്നിച്ച് മാറ്റാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം ഒരു സെക്കൻഡ് ഹാൻഡ് ടയർ മേടിച്ചിട്ട്. അപ്പോൾ അത് പഞ്ചർ. ഞാൻ അന്നേരം അവനോട് പറഞ്ഞു, എടാ പഞ്ചറാണ്, എനിക്ക് ഇത് പഞ്ചർ വേണ്ട, എനിക്ക് ലോങ് പോകണമെന്ന് പറഞ്ഞു. ഒരു കുഴപ്പമൊന്നുമില്ല, അത് ഓടുന്നതിന് കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ട് അപ്പോൾ പഞ്ചർ. ഭാഗ്യത്തെ റോണിയെടുത്ത് മറ്റേ പഞ്ചർ കിറ്റ് ഉണ്ടായിരുന്നു. അവൻ്റെ പഞ്ചർ കിറ്റ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. പഞ്ചർ കിറ്റും മറ്റേ എയർ കുറഞ്ഞു അടിച്ചു. നല്ല സ്പോട്ടാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് വെള്ളം ഉണ്ടായിരുന്നു. ഇത് എക്സിറ്റ് ഫുള്ളായാലോ, വണ്ടി ഇറക്കാമല്ലോ. ഇതാണ് നമ്മുടെ തുളുക്കേട്. നമ്മൾ വന്ന എക്സിറ്റിൽ കൂടെ അല്ല എൻട്രൻസ് അപ്പുറത്ത്. അപ്പോൾ എൻട്രൻസ് കയറാൻ വേണ്ടി വരും. ആദ്യം വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു 10:30. ഞങ്ങൾ 9:09 എത്തി. വണ്ടി വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. സ്റ്റോപ്പ് കാണിക്കുന്നുണ്ട്. ഒരു പുള്ളി അവിടെ നിന്ന് സ്റ്റോപ്പ് കാണിക്കുന്നുണ്ട്. ഉണ്ടോ? നമ്മൾ വന്നപ്പം വണ്ടിയൊന്നും ഇല്ലായിരുന്നേ, കുറവായിരുന്നു. അപ്പോൾ ഫുള്ള് വണ്ടി പൊടിയായി. ഫുള്ള് പൊടിയായി. പൂക്കളി മലയാളീസ് ഉണ്ടോ? എന്റെ റോണി എന്തിയാ എങ്ങോട്ടാ പോയേ? ഇത്ര കയറിയപ്പോഴേ ഞാൻ പണ്ട് മറ്റേ കുളുക്കുവലയ്ക്ക് പോയൊരു ഫീലാണ്. കുളുക്കുവലയ്ക്ക് ഇങ്ങനെ കുലുങ്ങി ഇത് ഒരപ്പച്ചൻ വഴി കാണിച്ചു തരുന്നുണ്ടേ. അപ്പച്ചൻ പറഞ്ഞു ഇങ്ങോട്ട് കയറ്റിക്കോ, വണ്ടി ഇങ്ങോട്ട് കയറ്റിക്കളാണ് പറയുന്നത്. നമ്മൾ വണ്ടി കയറ്റുമോ അപ്പച്ച, നമ്മൾ വണ്ടി കൊണ്ടുവരുമെന്ന്. വെയിറ്റ് മാടോ ഒന്ന് ഇതല്ല. അപ്പോൾ നമ്മൾ അടുത്തടുത്ത് പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ എൻട്രൻസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻട്രൻസിൽ ചെന്നിട്ട് വേണം. അടുത്ത വണ്ടിയൊക്കെ ആട് വരുന്ന
നീ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് നമ്മൾ ടിക്കറ്റ് ഇവരുടെ നോട്ട്ഫ്ലിക്സിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവർ ഏപ്രിൽ ഫസ്റ്റ് വീക്കോടെ ആഡ് കൊടുക്കും എന്നാണ് ബുക്കിംഗ് സ്റ്റാർട്ട് ആകുന്നത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യും. കിട്ടി. ഇപ്പോൾ റോണിയുടെ ഒരു ടിക്കറ്റ് ഇരിക്കും. നമ്മൾ ടിക്കറ്റ് എല്ലാവരുടെയും ഒന്നിച്ചു ഞങ്ങൾ രണ്ടുപേരും ട്രൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. റോണിക്ക് അത് ഓപ്പൺ ആയ വെബ്സൈറ്റ്. റോണി ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് മച്ചനെ കാണിച്ചു കൊടുത്ത് ചെയ്യും. സ്കാൻ ചെയ്താൽ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റും. പിന്നെ ഒരു ലക്ക് പോലെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല, അവിടെ വന്ന് ഡയറക്റ്റ് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടും. അവിടെ എൻട്രി ചിലപ്പോൾ അലൗഡ് ചെയ്യും. ഓക്കെ ഉണ്ടോ? ഇപ്പം നമ്മളുള്ളത് തുളുപ്പിനത്ത്. ഓക്കെ സെറ്റപ്പല്ലേ? നേരത്തെ വീഡിയോ എടുത്തിട്ടുണ്ട് കുറച്ച്. അയ്യോ എന്താ ദൂരം നോക്കി ഫുള്ളിതാ. ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാവരും ഫോട്ടോഷൂട്ടിന് വേണ്ടിയൊക്കെ ആയിട്ട് കുറേ പേര് ഒന്ന് അടിപൊളി ഇങ്ങോട്ട് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ஐயோ என திகைக்கும் மையன வியக்கும் ஐகளுக்கெல்லாம் விடுமுறையை அவள் தந்து விட்டாள், அவள் வந்து விட்டாள். பூக்களே சற்று ஓய்வெடுங்கள், அவள் வந்து விட்டாள், அவள் வந்து விட்டாள். பயத்தை அணைக்க அவள் இவனை அணைக்க அவள் செய்கையில் பெய்வது ஐ. அவள் விழியின் கனிவில் எந்த உலகம் பணியும் சிறு நோய்கள வையமில்லை. அவள் இதழ்களை நுகர்ந்து விட. ഇപ്പം നമ്മൾ നിൽക്കുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് സ്പോട്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാ സൈഡും ഹില്ല് പോലെ നമ്മൾ വരുന്നവർക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്പോട്ട്. ഈ ഫുഡ് കോർട്ട് വെച്ചേക്കണം 8 സൈഡ്. വേറെ കാര്യമുണ്ടോ ഇവരുടെ ടോയ്ലറ്റും എല്ലാ ഓർഗനൈസേഷനും அவள் தந்து விட்டாள், அவள் வந்து விட்டாள். ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നിൽക്കൽ ഇതിപ്പോൾ ഓരോ സെക്ഷനായിട്ടോ. ഇത് എനിക്കൊന്ന് അവസാന മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അതായത് ലാസ്റ്റ് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും പോവാവുന്ന രീതിയിലുള്ള ഇത് ഓരോ സമയത്തേക്ക് ഓരോ ഡേയ്സ് സെറ്റാവുന്ന രീതിയിലാണ് ഇത് ചെയ്തത്.
വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ മുങ്ങി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇത് അവിടെ ഇവിടെയൊക്കെ വന്നിട്ടേ ഉള്ളൂ. ഇതിനകത്ത് നീ പറഞ്ഞ മൾട്ടി കളർ വരുന്നു തോന്നുന്നു. കുറച്ച് മൾട്ടി ആ അതൊക്കെ ഉണ്ട് അവിടെ. അത് വെള്ളയിൽ വൈലറ്റ് ഉണ്ട്. ഇന്ന് ഷൂ കാണിച്ചു ചോറാണ്. ഒന്ന് തിരിഞ്ഞ ഇങ്ങോട്ട് നോക്ക്. എവിടെയെങ്കിലും ഇനി ചെളി പറ്റാത്തോട് ചോദിച്ചു കൈ കാണിച്ചു. അടുത്തയാള് കാണിച്ച്. അടുത്തയാള് വെള്ള ഷൂ കൊണ്ട് വന്നത് ബ്രൗൺ ആയിട്ട് തിരിച്ചു. ഭാഗ്യത്തിന് ഞാൻ വഹിച്ച് ഇടിയിക്കുന്നത് പുതിയ ഷൂ ഇടിയിക്കുന്നത് നന്നായി. അവരവിടെ പോയി. ഇങ്ങോട്ടില്ല, ആ സൈഡേ ഉള്ളു കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാം. ഒരു കാര്യം ശ്രദ്ധിച്ചു, ഇവിടുത്തെ ടോയ്ലറ്റുകളും എല്ലാ സൗകര്യങ്ങളും ഇപ്പോഴും അവർ ഫില്ല് ചെയ്തോണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ വെച്ചാ വെച്ചു. പിന്നെ അവർ ആ സൈഡിലേക്ക് വരും. അതും അത് മാത്രമല്ല, ആംബുലൻസ്, പോലീസ് എല്ലാം സെറ്റപ്പ് വരും. രണ്ടുപേരെ കൂട്ടം തെറ്റിപ്പോയിട്ടുണ്ട്. അമ്മച്ചിമാരൊക്കെ വന്നിട്ടേക്ക് അമ്മച്ചിമാരൊക്കെ എന്നെ രസത്തിൽ വന്നിട്ടുണ്ട്. ടിക്ടോക്കുകാരും ടിക്ടോക്കുകാരും ഇൻസ്റ്റാഗ്രാമുകാരും കൊണ്ട് മടുക്കുന്നു. അല്ല റോണി, ടിക്ടോക്കുകാരും ഇൻസ്റ്റാഗ്രാമുകാരും ഫുള്ള് നിറയ്ക്കാനുണ്ട് കേട്ടോ. ഓട്ടോറിക്ഷയ്ക്ക് വെറൈറ്റി അല്ലേ. നമ്മുടെ നാട്ടിലെ ആപ്പയ്ക്കകത്ത് വന്നേക്കുന്നു. ഇത് നോക്കണം, ഇതൊരു പഴയതാ പിസായ. എന്നാ ക്യാപ്സി ഒന്നുമില്ല. അയ്യോ ഐസ്ക്രീം മതി. അങ്ങനെ തുളുപ്പിലെ പരിപാടി കഴിഞ്ഞു. തുളുപ്പിലെ പരിപാടി കഴിഞ്ഞ് എല്ലാം വരുന്നുള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ വന്നുകൊണ്ട് നമ്മൾ പരിപാടി കഴിഞ്ഞു. നമ്മൾ പോകും. പൊടി ഫുള്ള് പൊടിയ മോനെ, ഫുള്ള് പൊടി. ഓണിപ്പാപ്പം പുറകിലുണ്ട്. ഒന്ന് ഞെട്ടിച്ചു. ചോറ് ചൂടാക്കുക. നമ്മൾ ഫുഡ് കൊണ്ടുവന്നു. നമ്മൾ നിൽക്കുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നൊക്കെ എഴുതുക. ഞങ്ങളിങ്ങോട്ട് കയറി അറിയാവുന്ന ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ചോറ് ഇളക്കണം. ചോറ് ഇവിടെ ഉണ്ട്. ഞങ്ങൾ രസമല്ല, കുറേ കറങ്ങി ഒന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം നോക്കി. എവിടെയും കിട്ടിയില്ല. ലാസ്റ്റ് ഞങ്ങൾ തുളുപ്പിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്ത് അവിടെ ചൂടാക്കുന്നു. ആയിക്കോട്ടെ, ശരിക്കുമായിട്ടുള്ള മത്സരത്തിലാണ്. ഇപ്പം നമ്മൾ ഫുഡിങ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഇവിടുന്ന് വിടുക. ഇപ്പോൾ സമയം 4 മണിയായി. റോഡിൽ പോകണം. റോഡിൻ്റെ വണ്ടി അതിന് ഒരു ദിവസം ഞങ്ങൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് കയറിയത്. അതിൻ്റെ മുതലാളി വന്നിട്ട് പറഞ്ഞു വണ്ടി ഇവിടെ എടുത്തോണ്ട് പോകണം. ജോതാവിനെ കാണിച്ചില്ല. ജോതാവിനെ കാണിച്ചു. ജോതാം
ആ മിട്ടുമോലിനെ കാണിട്ടല്ലേ. ആഹാ, നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ ഇപ്പം അവിടെ നിന്ന് പോകുന്നല്ലോ, പോന്നു കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ ഞാൻ കണ്ടതാ. സ്നാക്സ് കടയിൽ ഇവിടുത്തെ ഇതാ നമ്മൾ സർവീസ് സ്റ്റേഷൻ പോയി അവിടെ ഞാൻ കണ്ട ഒരു കാര്യമാണ് നമ്മൾ ആർമിയുടെ വാഹനങ്ങൾ, മിലിറ്ററി വണ്ടികൾ ഇതുണ്ട്. ഒരു ടാങ്ക് കിടക്കും, നമ്പറൊക്കെ ഉണ്ട്. അതിൻ്റെ ഫോട്ടോഗ്രാഫി എടുക്കണമെങ്കിൽ 1 രൂപ കൊടുക്കണം എന്നൊക്കെ പറയുന്നത്. ഇത് വെറൈറ്റി കേട്ടോ. ഇവിടുത്തെ ആൾക്കാരല്ല, നമ്മൾ വന്നു പോകുന്നവർക്ക് കാണാനും. ഇതിൻ്റെയൊക്കെ വലിപ്പം നോക്കി. ഇത് ബ്രിട്ടീഷ് ആർമിയുടെ ഒരുമിച്ചൊക്കെ പോയി. ഇത് വേറൊരു സെറ്റപ്പ്, കാനഡയുടെയാ. ഇത് ഫ്ലാഗ് കിടക്കുന്നിട്ട് നമ്മൾ വലിച്ചോണ്ട് പോകുന്ന കൂട്ട്. ഇത് ഒന്ന് പിന്നെ പഴയ ഒരു കാറ് കിടക്കുന്നുണ്ട്. എന്താണ് പഴയ കാറാ, അത്രയൊക്കെ ഉണ്ട് കണ്ടോ. പൊളിയുന്നു അവിടെ വിമാനം. ഇത് പിന്നെ ഇതും പഴയതാട്ടോ, എല്ലാം നമ്മൾ കാണാനും കേട്ടു ഉച്ചയ്ക്കുന്നു. ഇതൊന്ന് പിന്നെ ഇത് വേറൊന്നും ഇവിടെ. ടയറൊക്കെ മൊത്തം ടയറാട്ടോ, കട്ടയൊന്നും തീർന്നില്ല, നല്ല മൊത്തം ടയറാ. ഇതിൻ്റെയൊക്കെ അടിച്ച് ഒരു കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മിസൈലുണ്ട്. ഇവിടെ ഉണ്ടൊരു മിസൈൽ ഇടുന്നു. ഇതെന്താ സാധനം? ഇത് വേറെന്താ സാധനം കേട്ടോ, അറിയത്തില്ല. ഇതൊന്നും ലോങ് വെഹിക്കിൾ, അത് ആർമിയുടെ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ ഇതൊന്ന് ആർമിയുടെ ജീപ്പ്. നോർത്ത് ഫ്ലോക്കിൽ തുളുപ്പ് ഗാർഡനിലെ വിശേഷങ്ങളെല്ലാം കണ്ടു. എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. അപ്പം പുതിയ വീഡിയോസ് കാണുന്നതിനും പുതിയ അപ്ഡേറ്റ്സ് അറിയുന്നതിനൊക്കെ ആയിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് വളരെ പ്രധാനപ്പെട്ട. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ, നമ്മുടെ കുറവുകളും തെറ്റുകളും നിങ്ങൾക്ക് പറയാൻ കിട്ടും. അപ്പോൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.